ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റീന. ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത മുംബൈ ഇന്ത്യൻസിനോട് വലിയ ഒരു പരാജയമാണ് ഏറ്റുവാങ്ങിയത്. 6 വിക്കറ്റിനാണ് KKRന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഈ മത്സരത്തിൽ കൊൽക്കത്തയുടെ ബൗളിംഗ് നിര മോശം പ്രകടനമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ കാമറൂൺ ഗ്രീനിന് എന്തുകൊണ്ട് ബൗൾ നൽകിയില്ല എന്ന ചോദ്യം മത്സരശേഷം ക്യാപ്റ്റനായ അജിങ്ക്യ രഹാനെയോട് ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം മറുപടി നൽകിയത് ക്രിക്കറ്റ് ഓസ്ട്രേലിയയോട് ചോദിക്കൂ എന്നുള്ളതാണ്. അതായത് ക്രിക്കറ്റ് ഓസ്ട്രേലിയ കാമറൂൺ ഗ്രീനിനെ ബൗൾ ചെയ്യുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൗളിങ്ങിൽ ഗ്രീനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോയത് എന്നാണ് അജിങ്ക്യ രഹാന ഉദ്ദേശിച്ചിട്ടുള്ളത്. 25 കോടി രൂപ നൽകിക്കൊണ്ട് കൊണ്ടുവന്ന താരമാണ് കാമറൂൺ ഗ്രീൻ. അദ്ദേഹത്തെ ബൗളിങ്ങിന് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് കൊൽക്കത്തയ്ക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് എന്ന് ആരാധകർ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഇപ്പോൾ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അവരുടെ സ്പോക്ക് പേഴ്സൺ പറഞ്ഞത് ഇങ്ങനെയാണ്: നിലവിൽ കാമറൂൺ ഗ്രീനിന് ലോവർ ബാക്ക് ഇഞ്ചുറി ഉണ്ട്. അതുകൊണ്ടാണ് ബൗൾ ചെയ്യുന്നതിൽ നിന്നും അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ പരിക്കിൽ നിന്നും അദ്ദേഹം മുക്തനായി വരികയാണ്. 10-12 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ബൗളിങ്ങിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇതാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ഒരു വക്താവ് പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് ഗ്രീനിന് ഇപ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട്, ലോവർ ബാക്ക് ഇഞ്ചുറി ഉണ്ട്. അതുകൊണ്ടാണ് ബൗളിങ്ങിൽ നിന്നും അദ്ദേഹത്തെ വിലക്കിയിട്ടുള്ളത്. അല്ലാതെ മറ്റു പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഒരു 10-12 ദിവസത്തിന് ശേഷം ബൗളിങ്ങിലേക്ക് തിരിച്ചെത്താൻ ഗ്രീനിന് കഴിയും എന്നൊക്കെയാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ നൽകുന്ന ഒരു വിശദീകരണം. ഏതായാലും ഈ താരത്തിന് വേണ്ടി വലിയ തുകയാണ് കൊൽക്കത്ത മുടക്കിയിട്ടുള്ളത്. ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.